ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ അടുത്തു വരാനിരിക്കുന്നു എന്ന് റബ്ബ് തആല പറയുമ്പോഴും ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അതിന് ശേഷം വരാനുണ്ടെങ്കിൽ പോലും ഈ അന്ത്യനാൾ അടുത്തു തന്നെയാണ്. എന്തുകൊണ്ട്? ഇന്ന യൗമൻ ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷങ്ങളാണ് ഒരു ദിവസം. വേറെ ആയത്തിൽ 50 അൽഫ സന, 50,000 വർഷങ്ങളാണ് അള്ളാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു 50,000 കൊല്ലമില്ല, 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകാവസാനം എന്ന് സങ്കല്പിച്ചാൽ റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. അള്ളാഹു സമയത്തെ പടച്ചവനാണ്, സൃഷ്ടികളെ പടച്ചവനാണ്. സമയത്തിന് മുമ്പ് അള്ളാഹു ഉണ്ട്, സമയം തീർന്നാലും അള്ളാഹു ഉണ്ട്. സമയം അറിയണമെങ്കിൽ ഇവിടെ ഹവാദിസുകൾ നടക്കണം എന്ന് പറഞ്ഞാൽ ഇവൻസുകൾ നടക്കണം, സംഭവങ്ങൾ ഉണ്ടാകണം. ആളുകൾ ഇവിടെ നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇരുന്ന് കേൾക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ ഹവാദിസുകളാണ്. ഈ സംഭവങ്ങൾ നടക്കാതിരുന്നാൽ സമയം കണക്കാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങൾ? 60, 70, 80 വയസ്സാകുമ്പോൾ പോലും മനുഷ്യന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി തുടങ്ങിയെന്ന്. മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് ഇനിയും ഞാനിവിടെ മരിക്കാതെ തുടരുമെന്നാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വളരെ ക്ഷണികമായൊരു ജീവിതത്തിനാണ്. എന്നൊന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇത്. വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് പോകേണ്ടവരാണ്. കുറച്ച് സമയം എക്സാം എഴുതാൻ പേപ്പർ തന്ന് എഴുതിക്കോ എന്ന് ടീച്ചർ പറയുന്ന പോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ നിർത്തണം കേട്ടോ എന്നാണ് ടീച്ചറുടെ ഉത്തരവെങ്കിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നിർത്തിപ്പോകേണ്ടവരാണ് നമ്മൾ. ആരാണതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, 90, 100 വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യരോട് പോലും അള്ളാഹു എത്രയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിൽ അല്പമോ ഞങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ പറയാം, ഒരു ദിവസം ജീവിച്ചു എന്ന് തോന്നുന്നു. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷം ആ ഗുഹയിൽ ഉറങ്ങി. ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്ത് കിടന്നുറങ്ങിയ ഉറക്കം കാലങ്ങൾക്ക് ശേഷം ഡെഫ്യൂഷ്യസ് രാജാവിൻ്റെ കാലത്ത് ഉണരുമ്പോൾ 309 കൊല്ലം ചന്ദ്രവർഷത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 300 വർഷം സൗരവർഷപ്രകാരം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയാ നിങ്ങൾ ഉറങ്ങിയത്? ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, 300 കൊല്ലം ഉറങ്ങിയിട്ട് പറഞ്ഞതാ. ഒരു ദിവസം അര ദിവസമൊക്കെ ഉറങ്ങിയ പോലെ തോന്നും. നന്നായി ക്ഷീണിച്ച് നമ്മളൊന്ന് ഉറങ്ങിയാൽ സമയം നമ്മൾ ഉറങ്ങുമ്പോൾ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? നമുക്ക് ചുറ്റും സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സമയം അറിയുന്നില്ല. സംഭവങ്ങളെയെല്ലാം അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്നതാണ് ഖിയാമത്ത് നാള്. ആ നാള് വരേക്കും അള്ളാഹുവിനെ ഓർക്കാനും പടച്ചതമ്പുരാനെ അനുസരിക്കാനും പ്രകീർത്തിക്കാനും റബ്ബ് തആലയെ ചെരിഷ് അവർ ലോർഡ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനുമാണ് ആദം നബിയുടെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നത്. ആ ദൗത്യ നിർവഹണത്തിന് അള്ളാഹു ആദ്യം കൊടുത്ത എക്യുപ്മെൻ്റാണ് ഇൽമ്, അറിവ്. ആ അറിവ് നൽകിയ ആദം നബിയുടെ മുമ്പിൽ മലക്കുകളെ സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ആശയം ശ്രദ്ധിക്കണേ. മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത, അള്ളാഹുവിന് അത്രമേൽ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. കിബ്ർ എന്ന് പറയും.
അഹങ്കാരമെന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതിനാണ് അഹങ്കാരമെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരണ ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിനാണ് കിബിർ എന്ന് പറയുന്നത്. സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബിർ എന്ന് പറയുന്നത്. തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോൾ, രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് കിബിർ എന്ന് പറയുന്നത്. ഒരു പ്രശ്നപരിഹാരത്തിന് മഹല്ല് ജമാഅത്ത് ഇടപെടുമ്പോൾ നിങ്ങളിത് ഇടപെടണം, സ്വീകരിക്കണമെന്ന് മഹല്ല് ഭാരവാഹികൾ വന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലിപ്പമാർ വന്ന് പറഞ്ഞാലും ഞാനിത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബിർ എന്ന് പറയുന്നത്. മൻ കാന ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ കിബിരിൻ, കിബിർ ഒരു കടുകുമണിയുടെ അത്ര. കടുകുമണി പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വറവെടുക്കുമ്പോൾ കടുകുമണി എത്രയാ കോരി നമുക്ക് പോലും എണ്ണ അറിയില്ല. അതിലൊന്ന്, ആ ഒരു കടുകുമണിയുടെ അത്ര അഹങ്കാരം കൽബിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഒരു ഹദീസ് കേട്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതി കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, മാ യുബികീക യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ പൊട്ടിക്കരയുന്നത്? ഒരു ഹദീസല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഏതാണ് ഹദീസ് എന്നറിയുമോ? എന്നോട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു പൊടിയുടെ ശകലമത്രയെങ്കിലും കൽബിലുള്ള ഒരാൾക്ക് സ്വർഗമില്ല എന്ന് ഹബീബ് പറഞ്ഞ ഹദീസാണത്. ഞാൻ പേടിക്കണ്ടയോ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മക്കയിലെ ഹയ്യ് ശുഹദായിൽ അന്ത്യവിഷം കൊള്ളുന്ന സ്വഹാബിയാണ്. മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന ഉമർ എന്നവരുടെ മോന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അഹങ്കാരം മനുഷ്യന് വേണ്ട, ഒരിക്കലും വേണ്ട. നമ്മൾ പച്ചയായും അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക്, നീതിക്ക്, സത്യത്തിന് വിധേയരാവാൻ ബാധ്യസ്ഥരാണ്. സത്യമാണ് ഇവിടെ ജയിക്കുന്നത്, സത്യത്തിനാണ് അധികാരം, നീതിക്കാണ് അധികാരം, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അധികാരം എന്ന് ബോധിക്കുന്ന മനുഷ്യനെയാണ് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂ. മാ മനഅക ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക്. ഇബ്ലീസേ, എൻ്റെ അടിമയായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ, അന ഖൈറും മിൻഹു, ഞാൻ ആദമിനെക്കാളും മുന്തിയ ആളല്ലേ, ഞാൻ ആദമിനെക്കാളും എത്രയോ ബെറ്ററല്ലേ. അന ഖൈറും മിൻഹു. എങ്ങനെ? ഇബ്ലീസ് നോക്കുന്നത് മെറ്റീരിയലിസത്തിലേക്കാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, അവനെ ആദം നബിയെ പടച്ചത് മണ്ണ് കൊണ്ടല്ലയോ, അതുകൊണ്ട് മണ്ണിനേക്കാളും ഗുണം തീയിനല്ലേ, പവർ എന്ന ഭൗതികമായ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതെ പോയ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിലെ കുറ്റം എന്ന് പറയുന്നത് ഇബ്ലീസിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ടൊരു മനുഷ്യനും അത് പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സൂറത്തുൻ നഹ്ലിൽ അതേ ആശയം സൂറത്തു യാസീനിൽ കാണാം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ്. ആസുബ്നു വായിൽ ഒരു പൊടിയുന്ന ഒരു എല്ല് കൊണ്ട് നുരുമ്പിയ ഒരു എല്ല്, ഒരു മനുഷ്യൻ്റെ എല്ല്, ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് ഹബീബിൻ്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഡു യു ക്ലെയിം ദാറ്റ് അല്ലാഹ് ക്യാൻ ഗിവ് ലൈഫ് ഫോർ ദിസ് ഡെഡ് ബോൺ? ഈ ചത്തുപോയ ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലിന് ജന്മം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്? ഐനഅം, അതെ. ആ എല്ല് പൊടിപിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു എന്നാണ് ആസുബ്നു വായിൽ. അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഈ പൊടിയെ ഇനി ഒരു മനുഷ്യനായ ഖിയാമത്തിലേക്ക് രൂപപ്പെടുത്താൻ
പടച്ചോനത്ര എളുപ്പമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കളിയാക്കിയതിന് മറുപടിയാണ് സൂറത്തു യാസീനിലെ നമ്മൾ ഓതുന്ന അവസാന ഭാഗങ്ങളൊക്കെ. യാ അല്ലാഹ്, 78 മുതൽ 79 വരെയുള്ള ആയത്തുകൾ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹ്. സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് മറന്നിട്ട് ഓൻ ചോദിക്കുക എന്നോട്, ഈ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലം അവനെ കുഞ്ഞായി ജനിപ്പിച്ചവനല്ലയോ അല്ലാഹു, അതവൻ മറന്നു. ചോദിക്കുക, ഖാല, ആസിബിന് വായിൽ ചോദിക്കുകയാണ്, മൻ യുഹയിൽ ഇളാം, ആരാണ് ഇളാമുകൾക്ക് ജീവൻ കൊടുക്കുന്നത്? എല്ലുകൾക്ക് ആര് ജീവൻ കൊടുക്കും? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പി പൊടിപൊടിയായി ആയതിനു ശേഷം ആരാ ജീവൻ കൊടുക്കുകയെന്ന് സ്വന്തം ജന്മം മറന്നുകൊണ്ട് ആസിബിന് വായിൽ ചോദിച്ചു. അങ്ങനത്തെ അഭിനവ യുക്തിവാദി ആസിബിന് വായിലുമാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, സോഷ്യൽ മീഡിയകളിൽ തലതല്ലുന്നുണ്ട്. മയ്യുഹയിൽ ഇളാമ വഹിയ റമീം എന്ന് പറയുന്നവർ. ഇത് തന്നെയാണ് ജീവിതം, ഇത് യോയോ ആണ്. യു ലിവ് ഓൺലി വൺസ്, യു ലിവ് ഓൺലി വൺസ്. യോലോ, നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ. മഅദല്ലാഹ്, നമ്മൾ യോൾട്ടാണ്. യു ലിവ് ഓൺലി ട്വൈസ്. നമ്മൾ 2 തവണ ജീവിക്കുന്നവരാണൊന്ന്. ഒന്ന് പരീക്ഷണത്തിൻ്റെ ജീവിതം, മറ്റൊന്ന് പ്രതിഫലത്തിൻ്റെ ജീവിതം, അശ്രയുടെ ജീവിതം. ഖാല മൻ യുഹയിൽ ഇളാമ വഹിയ റമീം. ഇന്നത്തെ അഭിനവ യുക്തിവാദികൾക്കും അന്നത്തെ കാലത്തെ യുക്തിവാദികൾക്കും അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്കണേ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യമായി ഈ എല്ല് പടച്ചതാരാണ് എന്ന് ചോദിക്കൂ. അവനെ പടച്ചതാരായിരുന്നു? അവൻ്റെ ഉമ്മയാണോ ഉപ്പയാണോ? അല്ലല്ലോ, അവർ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. നമുക്ക് വാപ്പക്കും കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കുട്ടീൻ്റെ ചേലും ചെറുക്കും ഹൈറ്റും വെയ്റ്റും ബ്രെയിനൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഇത് ജനിച്ച് വീഴുമ്പോഴറിയാം ഏത് കോലത്തിലാണ് വരുന്നത് എന്ന്, അല്ലേ? ഉമ്മയും വാപ്പയും അല്ല കുട്ടിയെ ഉണ്ടാക്കുന്നത്, ഉമ്മയും വാപ്പയും അതിൻ്റെ സബബുകളാണ്, അതിൻ്റെ ബയോളജിക്കൽ റീസൺ. ആരാ സ്രഷ്ടാവ്? ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് എഗ്ഗുമായി കൂടിച്ചേർന്ന് അംഷാജ്, നുതുഫത്തിൻ അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്സ് ആയി മാറിയതിന് ശേഷം ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് സ്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും ഇപ്പം എത്ര വളർച്ചയുണ്ട്, ഇനി കുറഞ്ഞെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രൂപവും ഭാവവും ചേലും കോലവും എങ്ങനെയാണ്, ഉമ്മക്ക് വാപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികളും സുന്ദരി സുന്ദരന്മാരാവില്ലേ ഉമ്മയും വാപ്പ ഉണ്ടാക്കണതെങ്കിൽ? അല്ലല്ലോ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, സീറോയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ആരാണ് ഈ കുഞ്ഞിനെ ലോകത്ത് കൊണ്ടുവന്നത്? മനുഷ്യന് കഴിയോ? ഒരു വസ്തുവും അള്ളാഹ് ഉണ്ടാക്കിയ ഒന്നും എടുക്കരുത്, എന്നിട്ടൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുർആൻ ഇന്നും അന്നും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അതാ. ഇന്നത്തെ വെല്ലുവിളിയും അത് തന്നെയാണ്. ക്ലോണിങ് ചെയ്യണമെങ്കിൽ DNA വേണം. DNA അള്ളാഹിൻ്റെ പടപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ക്രിയേഷൻ ഓഫ് ഗാഡ്, അതാണ് DNA. അതുമ തൊട്ട് കളിക്കേണ്ട. ആ DNA നൽകുന്ന ഇൻഫോർമേഷൻ അതിമഹത്തരമാണ്. മനുഷ്യൻ്റെ ബുദ്ധി ബ്ലോയിങ് ഹ്യൂമൻ മൈൻഡ്സ്. എന്താണ് അതിൽ കിടക്കുന്ന ഇൻഫർമേഷൻ? DNA എന്നത് വളരെ സങ്കീർണമായ വിവരങ്ങളാണ്. ഒരു പിതാവിൻ്റെ ചിരി മുതൽ, ഒരു പിതാവിൻ്റെ നടത്തം മുതൽ, ഒരു പിതാവിൻ്റെ ദേഷ്യഭാവങ്ങൾ മുതൽ എല്ലാം ആ DNA ഉള്ളിൽ കിടക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണിക. അതെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യർ കഴിഞ്ഞേക്കാം. DNA തുടരുത്. സീറോയിൽ നിന്നൊരു ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പക്ഷിക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പുഴുവിനെ ഉണ്ടാക്ക്. ഇന്നേ വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അള്ളാഹുവിൻ്റെ മറുപടി അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ,
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അവിടെ ഇതൊന്നും തൊടാതെ നിങ്ങളായിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ജീവൻ്റെ കണങ്ങളെന്ന് ശാസ്ത്രത്തിനറിയാം. നമ്മുടെ ബോഡി കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് ഒന്ന് നോക്കിയൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ, മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ? റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ സംഭവം എന്ന് റോബോട്ട് ഇങ്ങനെ ബാറ്ററി പോയ ആ സാധനം അവിടെ കിടക്കേണ്ടി വരും. റോബോട്ടിന് പോയി സ്വന്തം ബാറ്ററി പോയാൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ. ചാർജ് പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ അങ്ങനെയാണോ? ഫുള്ളി ചാർജ്ഡ് അല്ലേ? മരിക്കുന്നവരെ ഫുള്ളി ചാർജ്ഡ് അല്ലേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി? ആലോചിച്ച് നോക്കൂ. ഒരു ടെസ്ലയും ഒരു കാറും മനുഷ്യൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയില്ല. ഒരു വണ്ടി മാറ്റിക്കൊടുക്കണേ. ഇത് ഏതാ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അറിയുള്ളൂ. ചിലപ്പോൾ സ്വന്തം വണ്ടീൻ്റെ നമ്പർ പറഞ്ഞാൽ അറിയോ? KL 59G 1886 നമ്പർ. അത് മാരുതിയാണോ ഇത് ജീപ്പാണോ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ അതറിയാത്ത ജ്യേഷ്ഠൻ്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ടാവും, അനിയൻ്റെ വേളാപ്പാൻ്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ടാവും. നമ്പർ അറിഞ്ഞോളൊന്നുമില്ല. പോലീസ് ചോദിക്കുന്നവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വായിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ വണ്ടി അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മാറ്റി കൊടുക്കണേ, ബ്ലോക്ക് ഉണ്ടാവരുത്. ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ. അതാണ് അള്ളാഹിൻ്റെ മറുപടി. ആര് ജീവിപ്പിക്കുന്നല്ലേ ചോദ്യം. ഇത് സീറോയിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നവൻ ആരോ, ആ ആളിൻ്റെ പേരാണ് അല്ലാഹ് സുബ്ഹാനഹു. പണ്ടൊക്കെ നമ്മൾ വേദ പറയുമ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു അല്ലേ? ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല. എന്തായി സുബ്ഹാന എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂനതയുമില്ലാത്തവനാണ് റബ്ബേ നീ. നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാ, മറന്നുപോകും, ദേഷ്യപ്പെടും, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അള്ളാഹ്ക്ക് അതൊന്നുമില്ല, മറവിയില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇത് അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹ് എന്ന് പറയണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹ്. അള്ളാഹിനെ പറ്റി അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അള്ളാഹുവിനെ പറ്റി അങ്ങ്, അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ്. നമ്മളെന്ത് ചെയ്യും നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ, ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറുണ്ടോ എന്ന് തോന്നിപ്പോകും. അതൊന്നും പറയാൻ വയ്യ, അവളൊന്നും പറയാൻ വയ്യ, പെണ്ണായിപ്പോകും. അള്ളാഹുവിന് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു ജെൻഡറുള്ളവനല്ല. പിന്നെ ആകെ അവൻ ഹി എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ ഭാഷയിൽ. അതുകൊണ്ട് പറയാം എന്നല്ലാതെ ഓൻ തീരുമാനിച്ചു. ഇതാരെ പറ്റിയാണ് നമ്മൾ ഈ പറയണത്? അള്ളാഹുവിനെ പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ്. അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ? അള്ളാഹു അഹദാണല്ലോ. അവർ എന്നത് ഒന്നിലേറെയുള്ള ആളുകൾക്ക് പറയുന്നതല്ലേ? അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ നീ, താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ്, എന്തൊക്കെ ബഹുമാനം കാണിക്കാൻ പറ്റും നമ്മുടെ ഭാഷയിൽ. എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ, ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത്. അല്ലാഹ് ഒന്നാണ്. അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി അല്ലാഹ് നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഒരു പോലീസിനെ ബഹുമാനില്ലാണ്ട് വിളിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യൂലേ? വിളിക്കൂലേ? ഒരു ജഡ്ജിയോട് ബഹുമാനില്ലാണ്ട് സംസാരിച്ചാൽ കേസെടുക്കൂലേ? എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയോ? അള്ളാഹുവിനെ പറ്റി നമുക്ക് കൂളായിട്ട് പറയാം. അങ്ങനെ പറയരുത്. വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റും. അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഇന്ന് ലോകത്ത് നടന്നതും സൃഷ്ടിക്കപ്പെട്ടതും ഇനി സൃഷ്ടിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതുമായ ഏതെല്ലാം ചെറുജീവികളുണ്ടോ, വൈറസുകളുണ്ടോ, ചെറുകണികകളുണ്ടോ, എല്ലാറ്റിനെക്കുറിച്ചും വലിയ വലിയ സൃഷ്ടികളടക്കം നക്ഷത്രങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇതൊക്കെ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ.
അള്ളാഹു ഓരോരോ സെക്കൻഡിലും ഗൗരവമേറിയ കാര്യങ്ങൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിപ്പിനെയാണ്, നന്മയാണ്, റഹ്മത്തിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അഹങ്കാരം, ബതറുൽ ഹഖി, സത്യത്തെ കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത്, ന്യായം സത്യവും നീതിയുമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ നിഷേധിക്കുന്നതിനെയാണ് കിബർ എന്ന് പറയുന്നത്. അത് ഒരൽപ്പം, അത് സമ്പത്തിൻ്റെ ഇടപാടിലാകാം, അയൽപക്ക ബന്ധങ്ങളിലാകാം, പിണക്കം തീർക്കുന്നിടത്താകാം, വിഭാഗീയത ഉണ്ടാകുന്നിടത്താകാം. ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ, സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ മുഅ്മിനീങ്ങൾ ബാധ്യസ്ഥരാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. നീതി ചെയ്യണമേ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഖൈബർ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് നോർത്തിലേക്ക്, ജോർഡാൻ ഭാഗത്തേക്ക് ഒരു 200-250 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന സ്ഥലമാണ് ഖൈബർ. ഇന്നും ഖൈബറിലെ കോട്ടകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് പേ ചെയ്താൽ ഒരു ബഗ്ഗി വാഹനത്തിൽ അവർ ശരിക്ക് കൊണ്ടുപോയി കാണിച്ചു തരും ഖൈബറിലെ കോട്ടകൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളും അവിടുത്തെ മുഅ്മിനീങ്ങളും പ്രതിരോധിച്ച ഖൈബറിൻ്റെ കോട്ടകൾ ഇന്നും ഖൈബറിലുണ്ട്. ഇന്നും അവിടെ ഉണ്ട്. 1400 കൊല്ലം കഴിഞ്ഞു. അതിന് മുമ്പുണ്ടായിരുന്ന കോട്ടകളായിരിക്കാം. ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ഖൈബർ മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഖൈബറിൽ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. കുന്നുകൾ നിൽക്കുന്ന സ്ഥലമാണ്, മലകളുള്ള പ്രദേശമാണ്. ആ ഈത്തപ്പഴങ്ങൾ പറിക്കാൻ പുണ്യനബി ഏൽപ്പിച്ച നബി തങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി ഖൈബറിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരോട് മഹാനവർ പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ജൂതന്മാരെ, ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിന്നാസി ഇലയ്യ, ഞാൻ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതാരാ? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നകും ലമിൻ അബ്ഗളിന്നാസി ഇലയ്യ, ജൂതന്മാരെ, എൻ്റെ റസൂലിനോട് നിങ്ങൾ കാണിച്ച ബിട്രയൽ, നിങ്ങൾ കാണിച്ച വഞ്ചന, എൻ്റെ ഹബീബിനോട് നിങ്ങൾ കാണിക്കുന്ന വൈരാഗ്യവും വിരോധവും നിങ്ങളുടെ വെറുപ്പും, അത് കാരണം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നത് ശരി തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ റസൂൽ. നിങ്ങളാണെങ്കിലോ എൻ്റെ റസൂലിനോടും അനുയായികളോടും അനീതി ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമുണ്ട്. എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ, വലാകിൻ ലൻ യദ്ഫഅനി ഹുബ്ബി ലഹു വബുഗ്ദി ലകും അൻ അജൂർ. എൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട്, നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ട്, എന്നാൽ പോലും നിങ്ങളോട് ഞാൻ അനീതി ചെയ്യില്ല കേട്ടോ. നീതി മാത്രമേ ഞാനിവിടെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് ജൂതന്മാരാണ് പറഞ്ഞത്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത്. ഈ ഭൂമിയിൽ നീതിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇടിഞ്ഞു തകർന്ന് വീണേനെ എന്ന് അന്നത്തെ ജൂതന്മാർ പറഞ്ഞത്രേ. ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ നിലനിൽക്കുന്നതത്രേ. എന്തൊരു മനോഹരമായ വാക്ക്, ആശയം. അതുകൊണ്ട് അനീതിയോ അക്രമമോ വെറുപ്പുകളോ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും സത്യം തിരിച്ചു വരും, സ്നേഹം തിരിച്ചു വരും, നീതി തിരിച്ചു വരും. ഈ പ്രപഞ്ചം അങ്ങനെ അള്ളാഹു പടച്ചത്. കുറച്ചു നേരത്തേക്ക് പുകമറയുണ്ടാക്കാനോ അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ വെറുപ്പിൻ്റെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അത് എന്നും നിലനിൽക്കുന്നതല്ല. സത്യം 17 വയസ്സാണ് സത്യത്തിനെന്നും. അതെന്നും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ്. നീതി തിരിച്ചു വരും, അനീതി നിഷ്പ്രഭമാകും, അക്രമങ്ങൾ നിഷ്പ്രഭമാകും, അനീതികൾ ദുഷ്പ്രഭമാകും.
അതുകൊണ്ട് സത്യവും ന്യായവും ധർമ്മവും ബോധ്യപ്പെട്ടാൽ അത് സർവാത്മന അംഗീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വിശ്വാസിയുടെ, മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു നമുക്ക്. സൂറത്തുൽ മാഇദ, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് فتكون من أصحاب النار وذلك جزاء الظالمين. ആദം നബിയുടെ 2 മക്കളുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയിൽ. ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം, ഏബലിൻ്റെയും ഖെയ്നിൻ്റെയും ചരിത്രം. ഇംഗ്ലീഷുകാർ ഏബൽ ആൻഡ് ഖെയ്ൻ എന്ന് പറയും. ഹാബീൽ ആൻഡ് ഖാബീൽ, ഹാബീലും ഖാബീലും. ഹാബീൽ മരിച്ചുപോയ ആളാണ്. ഹാബീലു ഹാലിക്കുൻ, ഖാബീൽ ഖാത്തിലുൻ. ഖാബീൽ കൊലപാതകിയായിരുന്നു. ഖാബീൽ. ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാബീൽ കൊലപാതകം ചെയ്തവനാണ്. ഇങ്ങനത്തെ 2 ഹാറൂനും ഖാറൂനുമുണ്ട്. ഹാറൂൻ നബിയാണ്, ഖാറൂൻ മോശപ്പെട്ടൊരു മുതലാളിയായിരുന്നു. ഖാറൂൻ, ഖാഫ് വരുന്ന 2 പ്രശ്നങ്ങളാണ്. ഹാബീലും ഖാബീലും പറയുമ്പോൾ ഖാഫ്, ഖാബീൽ ഖാത്തിലാണ്, കൊലപാതകം ചെയ്തവനാണ്. ഹാബീൽ ഹാലിക്കാണ്, അവിടെ മരിച്ചുപോയ ആളാണ്. കൊന്നതാരാ? സ്വന്തം ജ്യേഷ്ഠൻ. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജയിലുകളുടെ ഇരുളിനുള്ളിൽ കിടന്ന് അഴികളെണ്ണി കിടക്കുമ്പോൾ ഓർമ്മ വരും വേണ്ടില്ലായിരുന്നുവെന്ന്. എടുത്ത് ഈജിപ്തിൽ ഒരു വിധി നടന്നു. ആ വിധി നടക്കുമ്പോൾ ജഡ്ജ് പ്രതിയോട് ഒരു വാളന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ജഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്. ത്വാഹ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊല ചെയ്തു കഴിഞ്ഞു. എന്തിനെന്നറിയോ? കാമുകിൻ്റെ കൂടെ പോവാൻ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. തൻ്റെ കാമുകിയെ തൻ്റെ ഉമ്മക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവൾ വേണ്ട മോനെ, നിനക്ക് നല്ല സ്വാലിഹത്തായൊരു പെണ്ണിനെ അള്ളാഹു തരും. ഇവനാണെങ്കിലോ ഹിഫ്ദ് പഠിച്ച ആൾ കൂടിയാണ്, ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ച ആളാണ്. പക്ഷേ ഇബ്ലീസ് അങ്ങ് കൊണ്ടുപോയി. ജഡ്ജിയുടെ മനോഹരമായ വാക്കുകൾ, നിന്നെ വയറ്റിൽ 9 മാസം കൊണ്ടു നടന്നതിന് പകരം നീ ഉമ്മക്ക് പകരം നൽകിയത് എന്ത് എന്ന് നീ ഓർത്തിട്ടുണ്ടോ ത്വാഹ? നീയൊന്ന് വളരണം എന്ന് വിചാരിച്ച് നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്ന് അന്നം തന്ന് ഊട്ടി വളർത്തിയ നിൻ്റെ ഉമ്മക്ക് നീ പകരം കൊടുത്തത് ആ ഉമ്മയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ? ആ ഉമ്മ നിലവിളിച്ചില്ലേ, ത്വാഹ നീ എന്നെ കൊല്ലല്ലേ, നീ ഇഷ്ടപ്രകാരം നീ എന്താ തീരുമാനിച്ച പോലെ ചെയ്തോ, എന്നെ ഒന്ന് വിട് എന്ന്. ഹാഫിളത്തായ ഉമ്മ, ആ ഉമ്മ ഹാഫിളത്താണ്, കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കുന്ന ഉമ്മയായിരുന്നു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ത്വാഹ, പിശാച് നിൻ്റെ കൽബിൽ കൊണ്ടുവന്ന ദുശ്ചിന്ത കാരണം നിനക്ക് തോന്നിയില്ലല്ലോ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഉമ്മയെ ഒന്ന് വെറുതെ വിടാം, എന്നിട്ട് ആ ഉമ്മയുടെ ശരീരം കഷ്ണങ്ങളാക്കി നീ കുഴിച്ചിട്ടല്ലേ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീ വിചാരിച്ചോ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം നീ മറച്ചു വെച്ചിട്ടുണ്ട് നിൻ്റെ തെളിവുകളെങ്കിൽ ആകാശലോകത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ ഇത് കാണുകയാണ്. അതൊരു ഉപമയായി പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ കണ്ണുകൾ വേണ്ട, അള്ളാഹുവിൻ്റെ കണ്ണുകളില്ല, റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു വാല് തന്നെ ജഡ്ജ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോന്നുന്നുണ്ടാകാം വേണ്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എന്തിനിതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. ആ കാമുകയും പോയി, ഉമ്മയും പോയി, സ്വന്തം ജീവനും പോകാൻ നിൽക്കുകയാണ്. മനുഷ്യൻ ചില നേരത്ത്, ഒരൽപ്പനേരത്ത് മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ വന്നു ഭവിക്കുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറഞ്ഞ സമയം മതി ഇതിനൊക്കെ.
ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്. അറിയോ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിച്ചാൽ നമുക്ക് അവരെക്കുറിച്ച് ബേജാറില്ല, നമുക്ക് പരിഭ്രാന്തിയില്ല. ഇല്ലെങ്കിൽ മയക്കുമരുന്ന് വരുന്ന വഴികൾ നമ്മൾ തടഞ്ഞു വെക്കണം. അതൊരിക്കലും തടഞ്ഞു വെക്കാൻ ഇപ്പം നടക്കുന്നു പോലുമില്ല. എന്നാൽ പിന്നെ നമ്മുടെ മക്കളെ ഒന്ന് ബോധ്യപ്പെടും. മുമ്പിലെ